സയൻസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന ചാപ്റ്ററിലെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോണേ. ഒന്നാമത്തെ ചാപ്റ്ററിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തൊക്കെയാണ്, അവരെ നമുക്ക് എങ്ങനെയൊക്കെ നെയിം ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണേ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് 5 കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. രണ്ടാമത്തെ പാർട്ടിൽ ചില ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷൻ, അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ യൂസസ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഓൾറെഡി നമ്മൾ ലൈവ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്, ലൈവ് ക്ലാസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഓക്കെ, വലിയ വലിയ മെക്കാനിസംസ് ഒക്കെ ഉള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതൊന്നും നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനില്ല. അപ്പൊ എങ്ങനെ ഈ റിയാക്ഷൻ പഠിക്കാം എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോവാണ് കേട്ടാ. സിമ്പിൾ ആയിട്ടാണ് പറയാൻ പോണേ. നിങ്ങൾ എന്ത് ചെയ്യാ, ഈ വീഡിയോ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കണം കേട്ടാ. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. പെട്ടെന്ന് നമുക്ക് കിട്ടണമെന്നില്ല, മറന്നു പോകാനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് എഴുതി പഠിക്കാം. ഓക്കെ, എഴുതി പഠിച്ചാലേ ഇത് നമുക്ക് എക്സാമിന് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. എഴുതി തന്നെ പഠിച്ചോളണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ കെമിക്കൽ റിയാക്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ആദേശ രാസപ്രവർത്തനത്തിന് മലയാളത്തിൽ പറയും. ആദേശ രാസപ്രവർത്തനം എന്നാണ് മലയാളത്തിൽ പറയണേ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ ഡെഫിനിഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലെ പ്രൊഡക്റ്റിനെ കണ്ടുപിടിക്കാം എന്നൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ ആൾക്കാരും ഫുട്ബോൾ കാണുന്ന ആൾക്കാരായിരിക്കും അല്ലെ, സ്പോർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഫുട്ബോളിലെ സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ വിളിച്ചിട്ട് പുതിയ ഒരാളെ കൊണ്ടുവരാം അല്ലെ. ഓൾറെഡി ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ അല്ലെങ്കിൽ ഗെയിമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ വിളിക്കുക, പുതിയ ഒരാളെ കൊണ്ടുവരാ. അതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയണേ. ഓർഗാനിക് കെമിസ്ട്രിയിലും ഓർഗാനിക് കോമ്പൗണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഓൾറെഡി നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ഉള്ളത് കാർബണും ഹൈഡ്രജൻ ആണ്. അത് നമുക്ക് കാർബണെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അവിടെ ആരാ ഉള്ളത്? ഹൈഡ്രജൻ ആണുള്ളത് അല്ലെ. അപ്പൊ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് ഹൈഡ്രജൻ മാറിയിട്ട് പകരം വേറെ ആൾ അവിടെ കൊണ്ടുവരാ. ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നോർമലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോ അവിടെ ഉണ്ടാകുന്ന ഒരു റിയാക്ടന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആൽക്കെയിൻ ആയിരിക്കും, സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളായിരിക്കും കേട്ടോ. നോർമലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു ആൽക്കെയിൻ ആയിരിക്കും റിയാക്ടന്റ് ആയിട്ട് ഉണ്ടാവാം. ഇനി ആൽക്കെയിൻ റിയാക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഹാലജൻസ് ആയിട്ടായിരിക്കും കേട്ടോ. ഹാലജൻസ് ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോ റിയാക്ടൻസ് ആയിട്ടുള്ള ഒരു ആൽക്കെയിൻ ഉണ്ട്, കൂടെ ഒരു ഹാലജൻ ആണെങ്കിൽ നമുക്ക് കണ്ണടച്ച് പറയാം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞി പൊടി പോയിന്റുകൾ അല്ലെ, സോറി അത് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞി പോയിന്റുകൾ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. നമുക്ക് വളരെ എളുപ്പമായിട്ട് എക്സാമിന് മാർക്ക് നേടാനായിട്ട് പറ്റും അല്ലെ. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞി കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കാം കേട്ടോ. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോ റിയാക്ടന്റ് ആയിട്ട് ഉണ്ടാവുക ഏതെങ്കിലും ഒരു ആൽക്കെയിൻ ആയിരിക്കും. ആൽക്കെയിൻ ആരായിട്ടാ റിയാക്ട് ചെയ്യുക? ഹാലജൻസ് ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുക. ഹാലജൻ എന്ന് പറയുമ്പോ നമ്മുടെ 17ാമത്തെ ഗ്രൂപ്പിലുള്ള ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഒക്കെയാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ആൽക്കെയിനും ഹാലജനും റിയാക്ടൻസ് സൈഡിൽ കണ്ടാല്, അഭികാരങ്ങളുടെ വശത്ത് ആൽക്കെയിനോ ഹാലജനോ കണ്ടാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിവിടെ എടുക്കുന്നത് മീഥേൻ ആണ് കേട്ടോ. മീഥേൻ എന്ന് പറയുമ്പോൾ CH4 മീഥേന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നമ്മൾ പറയാനായിട്ട് പോണേ. മീഥേൻ ഈസ് റിയാക്ടിങ് വിത്ത് ക്ലോറിൻ. ക്ലോറിൻ Cl2 ആണ് അല്ലെ. ക്ലോറിൻ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. 2 ക്ലോറിൻ ആറ്റങ്ങൾ ചേർന്നിട്ട് Cl2 എന്ന ഫോമിലാണ് ക്ലോറിൻ നിൽക്കുന്നത്. ഓക്കെ, Cl2 ടീച്ചർ ഇങ്ങനെ എഴുതിയെന്ന് മാത്രം കേട്ടാ. ഈ ഇടയിലുള്ള വര എന്ന് പറയുന്നത് ക്ലോറിൻ ആറ്റങ്ങൾക്ക് ഇടയിലുള്ള ബോണ്ടാണ്. ഈ റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നോർമലി നടക്കുക സൺലൈറ്റ്, സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സൺലൈറ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ പറ്റാന്ന് വെച്ചാല് സൺലൈറ്റിന്റെ പ്രസൻസില് ക്ലോറിനാറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആവും. സൺലൈറ്റിന്റെ പ്രസൻസില് ക്ലോറിനാറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആവും. അങ്ങനെ ബ്രേക്ക് ആയിട്ട് ക്ലോറിനാറ്റങ്ങൾ സെപ്പറേറ്റ് ആവും. ഇങ്ങനെ സെപ്പറേറ്റ് ആയ ഒരു ക്ലോറിൻ ആറ്റം എങ്ങോട്ട് പോകും? ഏതെങ്കിലും ഒരു ഹൈഡ്രജന്റെ അടുത്തേക്ക് പോകും. മീഥേനിലുള്ള ഏതെങ്കിലും ഒരു ഹൈഡ്രജന്റെ അടുത്തേക്ക് പോകും. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ഇരുന്ന സ്ഥലത്തേക്ക് ആര് വരാണ്? ക്ലോറിൻ വരാണ്. ഹൈഡ്രജൻ എന്ത് ചെയ്യുന്ന അറിയോ?
ക്ലോറിനെ കണ്ട ഉടനെ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകും. ക്ലോറിൻ എന്ത് ചെയ്യും? ക്ലോറിൻ വരുന്ന സമയത്ത് തന്നെ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പോ ഹൈഡ്രജൻ ഇരുന്ന സ്ഥലത്ത് പകരം ആര് വരും? ക്ലോറിൻ വരും. ഇങ്ങനെ പോയ ഹൈഡ്രജൻ പോണ വഴിയില് ഈ ബാക്കിയുള്ള ക്ലോറിനായിട്ട് ചേർന്നിട്ട് HCl ആയിട്ട് മാറും. ഓക്കെ, എപ്പോഴും ആലോചിക്കുക, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്റ്റെപ്പില് ഒരു ഹൈഡ്രജൻ പോകും, പകരം ഒരു ക്ലോറിൻ വരും. ഒരു ഹൈഡ്രജന് പകരം ഒരു ക്ലോറിൻ മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം. സൺലൈറ്റിന്റെ പ്രസൻസില് ക്ലോറിനാറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് ബ്രേക്ക് ആവും, ക്ലോറിനാറ്റം ഫ്രീ ആവും. ഇങ്ങനെ ഫ്രീ ആയ ക്ലോറിനാറ്റം ഹൈഡ്രജന്റെ അടുത്തേക്ക് പോകും. ഹൈഡ്രജന്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ഹൈഡ്രജൻ ആരെ കാണാണ്? ക്ലോറിനെ കാണാണ്. ക്ലോറിനെ കണ്ട ഉടനെ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നറിയോ? ഹൈഡ്രജൻ അവരുടെ സീറ്റിൽ നിന്നിട്ട് മാറും. അപ്പൊ ഹൈഡ്രജൻ ഇരുന്ന സീറ്റില് ക്ലോറിൻ കയറിയിരിക്കും. ആ പോയ ഹൈഡ്രജൻ ആ പോണ പോക്കില് വഴിയില് മറ്റേ ക്ലോറിനായിട്ട് കണ്ടുമുട്ടുകയും അവർ തമ്മിൽ ചേർന്നിട്ട് HCl ആയിട്ട് മാറുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? HC, ഇവിടെ ആര് വന്നു? ഹൈഡ്രജന് പകരം ക്ലോറിൻ വരും. ബാക്കിയൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്താണ്? HCl. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടുണ്ടാകുന്ന നമ്മള് ചില പ്രൊഡക്റ്റ് ഒക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോ ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറയില്ലേ? അതേപോലെ മെയിൻ ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ കൂടെ കിട്ടുന്ന ആളെ നമ്മൾ ബൈ പ്രൊഡക്റ്റ് എന്നാണ് പറയാ ട്ടാ. ഇവിടെ ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്. അതിന്റെ കൂടെ കിട്ടുന്ന HCl നമുക്ക് ബൈ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, എന്ന് വിളിക്കാം? ബൈ പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ റിയാക്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്ലോറോമീഥെയിൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ക്ലോറോമീഥെയിൻ ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് ഇടുന്നത്. അപ്പൊ എപ്പോഴും ഓർക്കുക, ആദ്യത്തെ സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ റിയാക്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലുള്ള ഹൈഡ്രജൻ തീരുന്നത് വരെ നമുക്ക് ഈ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പില് ആദ്യത്തെ സ്റ്റെപ്പിലുള്ള പ്രൊഡക്റ്റ് ആണ് റിയാക്ടന്റ് ആയിട്ട് വരാം. അപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ റിയാക്ടന്റ് കേട്ടോ. നമ്മുടെ ക്ലോറോമീഥെയിൻ ആണ് റിയാക്ടന്റ് ആയിട്ട് വരുന്നത്. ഈ ക്ലോറോമീഥെയിൻ പിന്നെയും ക്ലോറിൻ മോളിക്യൂൾ ആയിട്ട് റിയാക്ട് ചെയ്യും. രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ ചേർന്നിട്ട് Cl2 എന്ന ഫോമിലാണ് ഈ ക്ലോറിൻ മോളിക്യൂൾ നിൽക്കുക. സൺലൈറ്റിന്റെ പ്രസൻസില് നേരത്തെ പോലെ തന്നെ എന്ത് പറ്റും? ഈ ക്ലോറിൻ ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആവുകയും ഈ ക്ലോറിൻ ആറ്റം ഫ്രീ ആവുകയും ചെയ്യും. ഈ ഫ്രീ ആയ ക്ലോറിൻ ആറ്റം ആരെ തപ്പി പോകും? നോക്കിയേ, ഹൈഡ്രജൻ അന്വേഷിച്ചു പോകും. ഓക്കെ, അങ്ങനെ അവിടെ വെച്ചിട്ട് ഹൈഡ്രജനും ക്ലോറിനും കണ്ടുമുട്ടാണ്. ക്ലോറിനെ കണ്ട ഉടനെ നമ്മൾ പാവം ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വരും. ഓക്കെ, എന്നിട്ട് ഈ ഹൈഡ്രജൻ പോണ വഴിയില് ഈ ബാക്കിയുള്ള ക്ലോറിൻ ആറ്റവുമായിട്ട് ചേർന്നിട്ട് HCl ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ നോക്കിയേ, പ്രൊഡക്റ്റ് ഒന്ന് പറഞ്ഞേ നോക്കിയേ, HCl, Cl, H പ്ലസ് HCl. ഈ പ്രൊഡക്റ്റിന് നമ്മൾ ഡൈക്ലോറോമീഥെയിൻ എന്നാണ് പറയാം. രണ്ട് ക്ലോറിൻ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്ത് വിളിക്കും? ഡൈക്ലോറോമീഥെയിൻ. ഇനി എന്താ അടുത്ത സ്റ്റെപ്പിൽ? ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള തന്നിട്ടുള്ള കോമ്പൗണ്ടിലുള്ള ഹൈഡ്രജൻ തീരുന്നത് വരെ നമുക്ക് ഈ റിയാക്ഷൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത സ്റ്റെപ്പില് ഈ സ്റ്റെപ്പിലുള്ള പ്രൊഡക്റ്റ് ആണ് അടുത്ത സ്റ്റെപ്പിൽ റിയാക്ടന്റ് ആയിട്ട് വരാം. ഈ സ്റ്റെപ്പിലുള്ള ഉൽപ്പന്നമാണ് അടുത്ത സ്റ്റെപ്പിൽ അഭികാരകമായിട്ട് വരുന്നത്. ഓക്കെ, ടീച്ചർ ഇവിടെ തന്നെ എഴുതാണ് കേട്ടോ, അത് മാക്കിയാണേ. നിങ്ങള് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മാക്കിയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോ എഴുതണേ കേട്ടോ. HCl, ഓക്കെ, ഇവരാരായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ക്ലോറിൻ മോളിക്യൂൾ. രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ ചേരുമ്പോഴാണ് ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടാവുക. സോ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. റിയാക്ഷൻ നടക്കുന്നത് സൺലൈറ്റ്, സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിലാണ്. ഓക്കെ, സൺലൈറ്റിന്റെ പ്രസൻസിൽ എന്താ പറ്റാ നോക്കിയേ, ക്ലോറിൻ ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആവും, ക്ലോറിൻ ആറ്റം ഫ്രീ ആവും. ഈ ഫ്രീ ആയ ക്ലോറിൻ ആറ്റം ആരന്വേഷിച്ചു പോകും? ഹൈഡ്രജൻ അന്വേഷിച്ചു പോകും. എന്നിട്ട് ഹൈഡ്രജന്റെ അടുത്തേക്ക് എത്തുമ്പോ തന്നെ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരും. ഓക്കെ, ഇറങ്ങി അങ്ങോട്ട് പോകും. ഈ പോണ വഴിക്ക് ഹൈഡ്രജൻ വഴിയിലുള്ള ബാക്കിയുള്ള ക്ലോറിൻ ആറ്റം ആയിട്ട് ചേർന്നിട്ട് HCl ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അടുത്ത പ്രൊഡക്റ്റും നമുക്ക് കിട്ടി. ഒന്ന് പറഞ്ഞേ, എന്താ വരാ? Cl, Cl plus HCl.
ഇവിടെ 3 ക്ലോറിൻ ഉണ്ട്. സോ നമുക്ക് ഇവരെ ട്രൈക്ലോറോമീഥെയിൻ എന്ന് വിളിക്കാം. ട്രൈക്ലോറോമീഥെയിൻ എന്നാണ് വിളിക്കണം. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞു നമ്മുടെ കോമ്പൗണ്ടിലുള്ള ഹൈഡ്രജൻ തീരുന്നത് വരെ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത സ്റ്റെപ്പില് ഈ സ്റ്റെപ്പിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നമായിട്ടുള്ള ട്രൈക്ലോറോമീഥെയിൻ ആണ് റിയാക്ടന്റ് ആയിട്ട് വരുന്നത്, അഭികാരകമായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? HCl plus chlorine molecule in the presence of sunlight. സൺലൈറ്റിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറിൻ ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആവും, ക്ലോറിൻ ആറ്റം ഫ്രീ ആവും. ഇങ്ങനെ ഫ്രീ ആയ ക്ലോറിൻ ആറ്റം എവിടേക്ക് പോകും? ഹൈഡ്രജൻ അന്വേഷിച്ചു പോകും. അങ്ങനെ ഹൈഡ്രജനെ കണ്ടുമുട്ടും. ഈ പോണ വഴിയിൽ വെച്ചിട്ട് ആരെ കണ്ടുമുട്ടി? ഹൈഡ്രജനെ കണ്ടുമുട്ടും. അപ്പൊ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകും. ആ ഇറങ്ങിപ്പോണ വഴിക്ക് ഹൈഡ്രജൻ അവിടെ ബാക്കിയുള്ള ക്ലോറിൻ ആറ്റമായിട്ട് ചേർന്നിട്ട് HCl ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടി. എന്താ വരാ? Cl പ്ലസ് HCl. ഇനി നമുക്ക് ടെട്രാ ക്ലോറോ മീഥെയിൻ അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി എന്താ വിളിക്കുക? കാർബൺ ടെട്രാക്ലോറൈഡ് എന്നാണ് വിളിക്കണം. അപ്പൊ തന്നിട്ടുള്ള കോമ്പൗണ്ടിലുള്ള ഹൈഡ്രജൻ തീരുന്നത് വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒരു സ്റ്റെപ്പില് ഒരു ഹൈഡ്രജൻ പോകും, പകരം ഒരു ഹാലജൻ വരും. ആദ്യത്തെ സ്റ്റെപ്പിലുള്ള പ്രൊഡക്റ്റ് ആണ് അടുത്ത സ്റ്റെപ്പിൽ റിയാക്ടന്റ് ആയിട്ട് വരുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിലുള്ള ഉൽപ്പന്നമാണ് അടുത്ത സ്റ്റെപ്പിൽ അഭികാരകമായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പോയിന്റുകൾ ഓർത്തു വെക്കാം കേട്ടോ. ടീച്ചർ ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ചെയ്തു നോക്കാം. നമുക്ക് നോക്കാട്ടാ. CH3 സിംഗിൾ ബോണ്ട് CH3 പ്ലസ് Br2 ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അപ്പോ ഒരു റിയാക്ഷൻ നമുക്ക് തന്നാല് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. അതെങ്ങനെ മനസ്സിലാക്കാം? നോക്കിയടാ, ഇവിടെ ഒരു ആൽക്കീൻ ആണുള്ളത്, കൂടെ ഒരു ഹാലജൻ ആണുള്ളത്, സൺലൈറ്റും ഉണ്ട് അല്ലെ? ആൽക്കീൻ ഉണ്ട്, ഹാലജൻ ഉണ്ട്. വേറെ ഒന്നും ചിന്തിക്കണ്ട. ആൽക്കീനും ഹാലജനും ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെ ആയിരിക്കും. ഇനി എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക? ഒന്നുമില്ല, ഈ ബ്രോമിൻ അല്ലെങ്കിൽ ഈ ഹാലജൻ, ജനറലി നമുക്ക് എന്ത് പറയാം? ഹാലജൻ. അത് തൊട്ടടുത്തുള്ള കാർബണിന്ന് ഒരു ഹൈഡ്രജനെ കളയാ, പകരം അവിടെ ഒരു ഹാലജനെ കൊണ്ടുവരാം. ഇവിടെ ഒരു വ്യത്യാസം വരുത്താൻ പാടില്ല, നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോണം. അവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോകുമ്പോൾ എന്താവും? CH2. ഈ ഹൈഡ്രജൻ ഇരുന്ന അതേ സ്ഥലത്താണ് ആര് വരുന്നത്? ബ്രോമിൻ വരുന്നത്. അപ്പൊ CH2Br ഇട്ടാൽ മതി. അവിടെ വേറൊരു ബോണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പോയ ഹൈഡ്രജനും ബാക്കിയുള്ള ബ്രോമിനും ചേർന്നിട്ട് HBr ആയിട്ട് മാറുന്നു. അപ്പൊ HBr, HCl, HI ഒക്കെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലാണ്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ എക്സാമിന് നമുക്ക് തെറ്റില്ല കേട്ടോ. ഓക്കെ, റിയാക്ഷന്റെ പേര്, ആരൊക്കെയാണ് റിയാക്ടന്റ് ആയിട്ട് വരുന്നത് എപ്പോഴും ഓർക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആൽക്കൈനും ഹാലജനും ആയിരിക്കും റിയാക്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത റിയാക്ഷൻ നോക്കാം. അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ രാസപ്രവർത്തനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എന്താണ് അഡീഷൻ റിയാക്ഷൻ എന്ന് വെച്ചാല്, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള അപൂരിതമായ, അതായത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ഹൈഡ്രോ കാർബണുകൾക്ക് പൂരിതമാകാനുള്ള ഒരു മാർഗമാണ് ഈ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ റിയാക്ടന്റ് ആയിട്ട് വരുന്നത് ഒന്നില്ലെങ്കിൽ ആൽക്കീൻ ആയിരിക്കും, അല്ലെങ്കിൽ ആൽക്കൈൻ ആയിരിക്കും. ഓക്കെ, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകൾക്ക് സാച്ചുറേറ്റഡ് ആവാനുള്ള ഏക മാർഗമാണ് എന്ത്, അല്ലെങ്കിൽ ഒരു മാർഗമാണ് എന്ത്, അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിയാക്ടൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ആൽക്കീനോ ആൽക്കൈനോ ആയിരിക്കും എപ്പോഴും ഉണ്ടാവാം. ഇനി ഇവർ ആരൊക്കെ ആയിട്ടാണ് റിയാക്ട് ചെയ്യാൻ സാധ്യത? ആരൊക്കെ ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ഹൈഡ്രജൻ H2, അല്ലെങ്കിൽ ക്ലോറിൻ Cl2, അല്ലെങ്കിൽ HCl, HBr ഒക്കെ ആയിരിക്കും അടുത്ത റിയാക്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഇനി എന്താണ് അഡീഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ ടീച്ചർ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. നോക്കിയേ, CH2 ഡബിൾ ബോണ്ട് CH2, ഇതൊരു ആൽക്കീൻ ആണ്. ആൽക്കീൻ റിയാക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ആയിട്ടാണ്. ഹൈഡ്രജന്റെ അഡീഷൻ ആണെങ്കിൽ നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. ആ ഒരു കാര്യം ഓർത്തു വെക്കണം. ഹൈഡ്രജന്റെ അഡീഷൻ ആണെങ്കിൽ നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് റിയാക്ഷൻ ടീച്ചർ പറഞ്ഞു തരാം. നോക്കാം. അഡീഷൻ. ഓക്കെ, അതായത് നമ്മളിവിടെ എന്ത് ചെയ്യണം എന്നറിയോ?
ഈ പ്ലസ് ചെയ്തിട്ട് പ്ലസ് കഴിഞ്ഞിട്ട് കിടക്കുന്ന റിയാക്ടന്റ് ആരാണോ അവരെ നമ്മൾ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? കാർബൺ ആറ്റത്തിന് കൊടുക്കണം. ഏത് കാർബൺ ആറ്റത്തിന് കൊടുക്കണം? ഏത് രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിലാണോ ഡബിൾ ബോണ്ട് വരുന്നത് അവർക്കാണ് കൊടുക്കേണ്ടത്. ഇനി കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം, പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. H2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 2 ഹൈഡ്രജൻ. സോ ഒരു ഹൈഡ്രജന് ഒരു കാർബൺ കൊടുക്കാം, അടുത്ത ഹൈഡ്രജന് അടുത്ത കാർബൺ കൊടുക്കാം. കഴിഞ്ഞു. എപ്പോഴും ഓർത്തു വെക്ക, എന്താണ് അഡീഷൻ എന്ന് പറഞ്ഞാല്? കൊടുക്ക. ആരെ? പ്ലസ് കഴിഞ്ഞിട്ട് കിടക്കുന്നത് ആരാണോ അവരെയാണ് കൊടുക്കേണ്ടത്. ആർക്ക് കൊടുക്കണം? കാർബൺ ആറ്റത്തിന്. ഏത് കാർബണാ കൊടുക്കണേ? ഏത് രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിലാണോ ഡബിൾ ബോണ്ട് വരുന്നേ, അല്ലെങ്കിൽ ഏത് രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിലാണോ ട്രിപ്പിൾ ബോണ്ട് വരുന്നേ ആ കാർബൺ ആണ് കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോ 2 ആൾക്കാർ ആവശ്യക്കാരായിട്ടുണ്ട്. അപ്പൊ ഒരാൾക്ക് മാത്രം കൊടുക്കുന്നത് ശരിയാണോ? അല്ല. കൊടുക്കുമ്പോ 2 പേർക്കും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പ്രൊഡക്റ്റ് എന്താ വരാ? CH2 ആയിരുന്നു, ഒരു ഹൈഡ്രജനും കൂടെ കിട്ടിയത് എന്തായിട്ട് മാറും? CH3 ആവും. ഇവിടെയും CH2 ആയിരുന്നു, ഒരാളെയും കൂടി കിട്ടിയപ്പോൾ എന്തായിട്ട് മാറി? CH3 ആയി. അപ്പൊ 2 ആൾക്കാരെ ആഡ് ചെയ്യുമ്പോ ഒരു ബോണ്ട് ബ്രേക്ക് ആവും ട്ടാ. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ഇവിടെ എന്തായിട്ട് മാറി? സാച്ചുറേറ്റഡ് ആയിട്ട് മാറി. ഓക്കെ, അപൂരിത ഹൈഡ്രോ കാർബൺ പൂരിതമായിട്ട് മാറി. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. കുറച്ച് എക്സാമ്പിൾസും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, അടുത്ത എക്സാമ്പിൾ വരുന്നേ. നോക്കാട്ടാ. CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹൈഡ്രജന്റെ അഡീഷൻ ആണെങ്കിൽ നിക്കലിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ഇനി എന്താ പറഞ്ഞേ? കൊടുക്കണം. ആരെ കൊടുക്കണം? പ്ലസ് കഴിഞ്ഞിട്ട് കിടക്കുന്ന ആരാണോ അയാളെയാണ് കൊടുക്കേണ്ടേ. പ്ലസ് കഴിഞ്ഞിട്ട് കിടക്കുന്നത് ആരാണോ അയാളെയാണ് നമ്മള് കൊടുക്കേണ്ടത്. ഇനി ആർക്ക് കൊടുക്കണം? ആരുടെയൊക്കെ ഇടയിലാണോ ഡബിൾ ബോണ്ട് വരുന്നത്, അല്ലെങ്കിൽ ആരുടെയൊക്കെ ഇടയിലാണോ ട്രിപ്പിൾ ബോണ്ട് വരുന്നത് അവർക്കാണ് കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോ പാർഷ്യാലിറ്റി കാണിക്കരുത്, ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. 2 ഹൈഡ്രജൻ ഉണ്ട്. ആർക്കാ കൊടുക്കണ്ടേ? നോക്കി, ഈ 2 കാർബൺ ആറ്റങ്ങൾക്കിടയിലാണ് ഡബിൾ ബോണ്ട് വരുന്നത് അല്ലെ. അപ്പൊ ഇവർക്ക് മാത്രം കൊടുത്താൽ മതി. ഈ 2 ഹൈഡ്രജനില് ഒരു ഹൈഡ്രജന് ഇയാൾക്ക് കൊടുക്കും, അടുത്ത ഹൈഡ്രജന് ഈ കാർബൺ കൊടുക്കും. ബാക്കിയൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടാ. CH3 അങ്ങനെ തന്നെ എഴുതാ. ഇത് CH ആയിരുന്നു, ഒരു ഹൈഡ്രജനും കൂടെ വരുമ്പോൾ എന്താവും? CH2 സിംഗിൾ ബോണ്ട്. ഇത് CH2 ആയിരുന്നു, ഒരു ഹൈഡ്രജനും കൂടെ വരുമ്പോൾ എന്താവും? CH3 ആവും. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടാ. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ സാച്ചുറേറ്റഡ് ആയിട്ട് മാറി. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് 1-2 എക്സാമ്പിൾസും കൂടെ ചെയ്ത് നോക്കാം അല്ലെ. നോക്കാം. ഓക്കെ, CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് Cl2. ഓക്കെ, അപ്പൊ നോക്കിയേ, ആൽക്കീൻ ആണ്, റിയാക്ട് വിത്ത് ക്ലോറിൻ. ക്ലോറിനെ കാണുമ്പോഴേക്കും അപ്പൊ നിങ്ങള് സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാൻ പാടില്ല. കൂടെ ഉള്ളത് ആൽക്കെയിൻ ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ആൽക്കീൻ ആണെങ്കിൽ അഡീഷൻ. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസത്തിന്റെ ബോണ്ടാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യണം? കൊടുക്കണം. ആരെ കൊടുക്കണം? ക്ലോറിനെ കൊടുക്കണം. ഇവിടെ 2 ക്ലോറിൻ ആറ്റങ്ങൾ ഉണ്ട് അല്ലെ. അപ്പൊ അവർ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏത് 2 കാർബൺ ആറ്റങ്ങൾക്കിടയിലാണോ ഡബിൾ ബോണ്ട് വരുന്നത് അവർക്ക് ഓരോന്നോരോന്ന് വീതം കൊടുക്കും. ഓക്കെ, ഒരു ക്ലോറിൻ ഈ കാർബൺ കൊടുക്കും, അടുത്ത ക്ലോറിൻ ഈ കാർബൺ കൊടുക്കും. അപ്പൊ എന്താണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടാൻ? നോക്കിയേ, CH2 Cl CH2 Cl. 2 ആൾക്കാർ ആഡ് ചെയ്തപ്പോ ഒരു ബോണ്ട് ബ്രേക്ക് ആയി. ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. വേറെ എക്സാമ്പിൾ ടീച്ചർ കാണിച്ചു തരാം. നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl. ഇങ്ങനെ കണ്ടാൽ ഇവിടെ കൺഫ്യൂഷൻ ഒന്നും വരേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ എന്താ ചെയ്തേ? 2 ഹൈഡ്രജന് കൊടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ എന്താ ചെയ്തേ? 2 ക്ലോറിന് കൊടുത്തു. ഇവിടെയോ ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനാണ് നമുക്ക് കൊടുക്കാനുള്ള. ഒന്നുമില്ല, ഏതൊക്കെ കാർബൺ ആറ്റങ്ങൾക്കിടയിലാണോ ഡബിൾ ബോണ്ട് വരണേ ഒരാൾക്ക് ഹൈഡ്രജനെ കൊടുക്കുക, അടുത്ത ആൾക്ക് ക്ലോറിനെ കൊടുക്കുക. വേറൊരു വ്യത്യാസവും ഇല്ല. ബാക്കിയൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടാ. നോക്കിയേ, ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാല് പ്ലസ് കഴിഞ്ഞിട്ട് കിടക്കുന്ന ആളെ നമ്മൾ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? കാർബൺ കൊടുക്കണം. ഏത് കാർബൺ കൊടുക്കണം? ഏത് കാർബൺ ആറ്റങ്ങൾക്കിടയിലാണോ ഡബിൾ ബോണ്ട് വരണേ, അല്ലെങ്കിൽ ഏത് കാർബൺ ആറ്റങ്ങൾക്കിടയിലാണോ ട്രിപ്പിൾ ബോണ്ട് വരണേ അവർക്കാണ് കൊടുക്കണ്ടേ.
കൊടുക്കുമ്പോ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ നോക്കാം, ഹൈഡ്രജന് ഒരു കാർബൺ കൊടുക്കാം, അടുത്ത കാർബണ് ക്ലോറിൻ കൊടുക്കാം. സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ വരാ? CH3 CH2 Cl. രണ്ടാൾക്കാർ ആഡ് ചെയ്യുമ്പോൾ ഒരു ബോണ്ട് ബ്രേക്ക് ആവും, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അത്രേ ഉള്ളൂ കേട്ടാ. ഇനി വേറൊരു എക്സാമ്പിളും കൂടെ നോക്കിയേ. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H2 ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ്. നമ്മൾ ആദ്യമേ പറയുന്നത് പോലെ പ്ലസ് കഴിഞ്ഞിട്ട് കിടക്കുന്ന ആളെ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ഏത് രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിലാണോ ഡബിൾ ബോണ്ട് വരണേ, അല്ലെങ്കിൽ ഏത് രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിലാണോ ട്രിപ്പിൾ ബോണ്ട് വരണേ, അവർക്കാണ് കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അതായത് ഒരു കാർബണ് ഒരു ഹൈഡ്രജന് കൊടുത്തു, അടുത്ത കാർബണ് അടുത്ത ഹൈഡ്രജന് കൊടുത്തു. അപ്പൊ എന്താ വരാ നോക്കിയേ? CH എന്നുള്ളത് ഒരാളും കൂടെ വരുമ്പോ അത് CH2 ആവും. ഇവിടെയും CH ആയിരുന്നു, ഒരു ഹൈഡ്രജനും കൂടെ വരുമ്പോ CH2 ആവും. രണ്ടാൾക്കാർ ആഡ് ചെയ്യുമ്പോ ഒരു ബോണ്ട് ബ്രേക്ക് ആവും. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് എന്നുള്ളത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എപ്പോഴും ഓർത്തു വെക്കുക, അഡീഷൻ റിയാക്ഷൻ ആണെങ്കിൽ ആൽക്കീൻ ഒരു ആൽക്കൈൻ ആണ് റിയാക്ടന്റ് ആയിട്ട് വരുന്നത്. അവർ ആരൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യാം? ഒന്നിലെ ഹൈഡ്രജൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാലജൻ, അല്ലെങ്കിൽ HCl HBr ഒക്കെ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത റിയാക്ഷൻ നോക്കാം. തെർമൽ ക്രാക്കിംഗ്. ജ്വലനം എന്നാണ്, സോറി ജ്വലനം അല്ല, താപീയ വിഘടനം എന്നാണ് മലയാളത്തിൽ പറയണം കേട്ടോ. തെർമൽ ക്രാക്കിങ്ങിന് എന്ത് വിളിക്കാം? താപീയ വിഘടനം. മലയാളത്തില് താപീയ വിഘടനം എന്നാണ് വിളിക്കുന്നത്. അതായത് തെർമൽ മീൻസ് ഹീറ്റ്, ക്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം വിള്ളലുകൾ വരാം. അതായത് ഒരു വലിയ ഹൈഡ്രോ കാർബൺ, അറ്റോമിക് വെയിറ്റ് ഒക്കെ അത്യാവശ്യമുള്ള ഒരു ഹൈഡ്രോ കാർബൺ, ആറ്റോമിക് വെയിറ്റ് ഒക്കെ അധികമുള്ള ഒരു ഹൈഡ്രോ കാർബൺ എയറിന്റെ ആബ്സെൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. ആറ്റോമിക് വെയിറ്റ് ഒക്കെ അധികമുള്ള ഒരു ഹൈഡ്രോ കാർബൺ എയറിന്റെ ആബ്സെൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഹീറ്റ് ചെയ്യാണ്. എയറിന്റെ ആബ്സെൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ആറ്റോമിക് മാസ് കൂടുതലുള്ള ഹൈഡ്രോ കാർബൺ കുഞ്ഞി പ്രൊഡക്റ്റുകളായിട്ട് മാറും. അതായത് ഈ ഹൈഡ്രോ കാർബണിൽ ക്രാക്കുകൾ വീഴും. അതായത് ഈ ഹൈഡ്രോ കാർബണിലുള്ള ബോണ്ടുകൾ ബ്രേക്ക് ആയിട്ട് അവർ കുഞ്ഞു ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറും. ഈ ഒരു റിയാക്ഷനെയാണ് തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം എന്ന് പറയുന്നത്. എന്താ നമ്മൾ പറഞ്ഞേ? ആറ്റോമിക് മാസ് കൂടുതലുള്ള ഒരു ഹൈഡ്രോ കാർബൺ എയറിന്റെ ആബ്സെൻസിൽ, വായുവിന്റെ സാന്നിധ്യത്തിൽ ഹീറ്റ് ചെയ്താല് ഈ ഹൈഡ്രോ കാർബണിലുള്ള ബോണ്ടുകൾ ബ്രേക്ക് ആയിട്ട് അവർ കുഞ്ഞു ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറും. ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം എന്ന് വിളിക്കണം. ഓക്കെ ആണല്ലോ. തെർമൽ ക്രാക്കിങ്ങിന് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ മാറുന്നതിനനുസരിച്ച് കിട്ടുന്ന പ്രൊഡക്റ്റിൽ വ്യത്യാസം വരാം. നമ്മൾ കൊടുക്കുന്ന താപം, അതേപോലെ അവിടുത്തെ മർദ്ദം ഒക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിലും വ്യത്യാസം വരാറുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? ആ തെർമൽ ക്രാക്കിങ്ങിന് ഈ ഒരു പ്രൊഡക്റ്റേ കിട്ടുള്ളൂ, നമുക്ക് ഒരു കാലത്തും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എക്സാമിന് എങ്ങനെ തെർമൽ ക്രാക്കിംഗ് വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം എന്നാണ് ടീച്ചർ പറഞ്ഞുതരാൻ പോണേ. ഒരു ചെറിയൊരു സൂത്രപ്പണിയാണ്. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ എന്റെ കുട്ടികൾക്ക് എളുപ്പത്തിൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. പിന്നെ എപ്പോഴും ഓർക്കാം, തെർമൽ ക്രാക്കിംഗ് നടത്തുമ്പോ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, പൂരിതമായിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാകുമ്പോ, അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് അണ്ടർഗോ ചെയ്യുമ്പോ, താപീയ വിഘടനം സംഭവിക്കുമ്പോ രണ്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അതിൽ ഒരെണ്ണം സാച്ചുറേറ്റഡ് ആയിരിക്കും, ഒരെണ്ണം പൂരിതമായിരിക്കും, ഒരെണ്ണം അൺസാച്ചുറേറ്റഡ് ആയിരിക്കും, ഒരെണ്ണം അപൂരിതമായിരിക്കും. ഒരു കാര്യം ഓർത്തു വെക്കാം. പിന്നെ ഈ തെർമൽ ക്രാക്കിംഗ് കണ്ടുപിടിക്കാനുള്ള അടുത്ത എളുപ്പ വഴി എന്ന് വെച്ചാല് ഒരു റിയാക്ടന്റ് ഉണ്ടാവുള്ളൂ, രണ്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഒരു അഭികാരക ഉണ്ടാവുള്ളൂ, രണ്ട് ഉൽപ്പന്നം ഉണ്ടാവും. ഈ പറയുന്ന രണ്ട് ഉൽപ്പന്നവും ഹൈഡ്രോ കാർബൺ തന്നെ ആയിരിക്കും. ഒരെണ്ണം അൺസാച്ചുറേറ്റഡ് ആയിരിക്കും, ഒരെണ്ണം സാച്ചുറേറ്റഡ് ആയിരിക്കും പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം. നമുക്കൊന്ന് നോക്കാം എങ്ങനെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാന്ന് കേട്ടാ. നോക്കിയേ, CH3 CH2 CH2 CH3 ഇതാണ് നമ്മുടെ ഹൈഡ്രോ കാർബൺ. അതിന് നമ്മൾ ഹീറ്റ് ചെയ്യാണ്. നമ്മളോട് ചിലപ്പോ എക്സാമിന് ഇങ്ങനെ തന്നിട്ട് ഫൈൻഡ് A and B എന്നാണ് ചോദിക്കാം. രണ്ട് പ്രൊഡക്റ്റും തന്നിട്ടുണ്ടാവില്ല, നമ്മളോട് രണ്ട് പ്രൊഡക്റ്റും കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോ ഒരു പ്രൊഡക്റ്റ് തന്നിട്ട് അടുത്ത പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ എളുപ്പമാണ്. രണ്ട് പ്രൊഡക്റ്റും തന്നിട്ടില്ല എങ്കിൽ
പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ടീച്ചർ പറയാൻ പോണേ കേട്ടാ. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ കിട്ടുള്ളൂ നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. കാരണം ടെമ്പറേച്ചറും പ്രഷറും മാറുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റിൽ വ്യത്യാസം വരും. അപ്പോ ഒരു പ്രൊഡക്റ്റും തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് എഴുതാം. എന്റെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് എനിക്കിഷ്ടമുള്ള പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. എനിക്കിഷ്ടമുള്ള പ്രൊഡക്റ്റ് ആണ് CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ, അപ്പോ തെർമൽ ക്രാക്കിങ്ങിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ വന്നാല് രണ്ട് പ്രൊഡക്റ്റും നമ്മളോടായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ഒരെണ്ണം നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് എഴുതാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് CH2 ഡബിൾ ബോണ്ട് CH2 ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. എന്നിട്ട് അടുത്ത പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് ഞാൻ പറയാൻ പോണേ. നിങ്ങൾ ഓർത്തോ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ. നോക്കിയേ, ഇവിടെ ആകെ എത്ര കാർബൺ ഉണ്ട് നോക്കിയേ. 1 2 3 4 കാർബൺ ഉണ്ട്, 10 ഹൈഡ്രജൻ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ റിയാക്ടൻസ് സൈഡില് 4 കാർബണും 10 ഹൈഡ്രജനും ആണ് ഉള്ളത്. ഇനി നോക്കിയേ, പ്രൊഡക്റ്റ് സൈഡിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്, 4 ഹൈഡ്രജൻ ആണ് ഉള്ളത്. ഇനി നമുക്ക് എങ്ങനെ അടുത്ത പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാന്നാണ് ടീച്ചർ പറയാൻ പോണേ. ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ ഇവിടുന്ന് ട്രിപ്പ് പോവാണ് എന്ന് വിചാരിക്കാം. ഞാൻ 4 കാർബണേയും 10 ഹൈഡ്രജനെയും കൊണ്ടാണ് ട്രിപ്പ് പോണേ. എന്താണ്? 4 കാർബണേയും 10 ഹൈഡ്രജനെയും കൊണ്ട് ഞാൻ ട്രിപ്പ് പോയി. ഓക്കെ, ഞാനൊരു സ്ഥലത്ത് ഇറങ്ങി. അപ്പൊ കുട്ടികളൊക്കെ ഈ കാർബണും ഹൈഡ്രജനും പല വഴിക്ക് പോവാണ്. തിരിച്ചു കയറാണ്, ബസ്സിലോട്ട് ഇവർ തിരിച്ചു കയറാണ്. തിരിച്ചു കയറിയപ്പോ എല്ലാവരും കയറിയെന്ന് നോക്കണമല്ലോ. ഞാൻ എണ്ണി നോക്കിയപ്പോ 2 കാർബണും 4 ഹൈഡ്രജനേ ഉള്ളൂ, ബാക്കിയുള്ളവര് കയറിയിട്ടില്ല. ഇനി എത്ര പേരും കൂടെ കയറാനുണ്ടോ എന്ന് പറഞ്ഞേ. ഓക്കെ, 4 കാർബൺ ഉണ്ടായിരുന്നു, 2 കാർബണേ കയറിയിട്ടുള്ളൂ. ഇനി എത്ര കാർബൺ കയറാനുണ്ട്? 2 എണ്ണം കൂടി കയറാനുണ്ട്. 2 എണ്ണം കൂടി കയറാനുണ്ട്. ഓക്കെ, ഇനി നോക്കാം. 10 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, 4 എണ്ണേ കയറിയിട്ടുള്ളൂ. ഇനി 6 എണ്ണം കൂടെ കയറാനുണ്ട്. അടുത്ത പ്രൊഡക്റ്റ് കിട്ടി, C2H6. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നോക്കിയേ, 4 കാർബണും 10 ഹൈഡ്രജനും കൊണ്ട് ട്രിപ്പ് പോയാൽ തിരിച്ചു വന്നപ്പോ അല്ലെങ്കിൽ വണ്ടിയിൽ കയറി എണ്ണി നോക്കിയപ്പോ അതിൽ 2 കാർബണും 4 ഹൈഡ്രജനും മാത്രമേ വണ്ടിയിൽ കയറിയിട്ടുള്ളൂ. ഇനി എത്ര പേര് കയറാനുണ്ട്? 2 കാർബണും 6 ഹൈഡ്രജനും കയറാനുണ്ട്. അപ്പൊ നമുക്ക് 2 പ്രൊഡക്റ്റും കിട്ടി. ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി ട്ടാ. അതായത് റിയാക്ടന്റ് സൈഡിൽ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ തന്നെ ഇവിടെ വേണം, പ്രൊഡക്റ്റ് സൈഡിൽ വേണം. അഭികാരങ്ങളുടെ വശത്ത് എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ആറ്റങ്ങൾ തന്നെ ഉൽപ്പന്നത്തിന്റെ വശത്ത് വേണം. അതുപോലെ തന്നെ റിയാക്ടന്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും ഹൈഡ്രജൻ തന്നെ പ്രൊഡക്റ്റ് സൈഡിൽ വേണം. അഭികാരങ്ങളുടെ വശത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും ഹൈഡ്രജൻ തന്നെ ഉൽപ്പന്നത്തിന്റെ വശത്തും വേണം. ആ ഒരു കാര്യം ആലോചിച്ചിട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ഇത് നോക്കാം, നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് മോളിക്കുലാർ ഫോർമുലയാണ്. ബാക്കി എല്ലാരും കണ്ടൻസ്ഡ് ഫോർമുലയിലല്ലേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്? മോളിക്കുലാർ ഫോർമുലയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ മോളിക്കുലാർ ഫോർമുലനെ നമുക്ക് എന്താക്കാൻ വേണമെങ്കിൽ കണ്ടൻസ്ഡ് ഫോർമുല ആക്കാൻ പറ്റും. എങ്ങനെ നോക്കാം. കാർബണെ ഹൈഡ്രജനെ നോക്കിയേ, കാർബണിന്റെ ഇരട്ടിനേക്കാളും 2 ഹൈഡ്രജൻ കൂടുതലാണ്. അതായത് ഇതൊരു ആൽക്കീൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ 2 കാർബൺ ഉണ്ട്, ഇതൊരു ആൽക്കീൻ ആണ്. സോ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ആണ് വരാം. ഇനി നോക്കാം, കാർബൺ ഒരു ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? 3 എണ്ണം. സോ ഇവിടെ എത്ര ഹൈഡ്രജൻ വരും? 3 ഹൈഡ്രജൻ വരും. അടുത്ത കാർബണും ഒരു ബോണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? 3 എണ്ണം. സോ ഇവിടെയും 3 ഹൈഡ്രജൻ വരും. അങ്ങനെ നമുക്ക് 2 പ്രൊഡക്റ്റും ഈ ഒരു സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ. തെർമൽ ക്രാക്കിങ്ങിന്റെ പ്രൊഡക്റ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് കമ്പഷൻ. കമ്പഷൻ എന്ന് വെച്ചാൽ കത്തുക, ജ്വലനം എന്നാണ് മലയാളത്തിൽ പറയണത് കേട്ടാ. എന്താണ് മലയാളത്തിൽ വിളിക്കുക? ജ്വലനം. ജ്വലനം എന്നാണ് മലയാളത്തിൽ വിളിക്കുക. ജ്വലനം അല്ലെങ്കിൽ കമ്പഷൻ. കമ്പഷൻ എന്ന് വെച്ചാൽ കത്ത. ഏതൊരു സാധനവും കത്തണെങ്കിൽ അവിടെ ആര് വേണം? ഓക്സിജൻ വേണം. ഓക്സിജൻ എന്ന് പറയുന്നത് കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അപ്പൊ ഓക്സിജന്റെ പ്രസൻസില് ഈ ഹൈഡ്രോ കാർബൺസ് എന്ത് ചെയ്യും? ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുകയും അവർ കത്തുകയും ചെയ്യുന്നു. അപ്പൊ കത്തുമ്പോ എന്താണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? ആ ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോണത് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ എപ്പോഴും ആലോചിക്കുക, റിയാക്ടന്റ് സൈഡില് അഭികാരങ്ങളോടൊപ്പം ഓക്സിജൻ കണ്ടാല് പിന്നെ നമുക്ക് തിരിച്ചും മറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനം തന്നെയായിരിക്കും. റിയാക്ടന്റ് സൈഡില് ഓക്സിജൻ കണ്ട വേറെ ഒന്നും ആലോചിക്കേണ്ടത് എന്താണ്? കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനമാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ കമ്പഷന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം? ടീച്ചർ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ടീച്ചർ, ഞാൻ വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ ഞാൻ മരിക്കുകയാണെന്ന് വിചാരിക്കാം. ഞാൻ കത്തിച്ചാൽ എന്താ കിട്ടാ?
ചാരവും കിട്ടും, അസ്ഥിയും കിട്ടും അല്ലെ. മൻമോഹൻ സിംഗ് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അല്ലെ, മുമ്പത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരിച്ചു എന്ന് വിചാരിക്കുക, ഇതേപോലെ നമ്മൾ കത്തിച്ചാല് ചാരവും അസ്ഥിയും തന്നെയാണ് കിട്ടുക. അതേപോലെ തന്നെയാണ് എത്ര വലിയ ഹൈഡ്രോ കാർബൺ ആണെങ്കിലും എത്ര കുഞ്ഞു ഹൈഡ്രോ കാർബൺ ആണെങ്കിലും ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്താല് രണ്ട് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. രണ്ട് പ്രൊഡക്റ്റ് ആണ് കിട്ടുക. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റേത് വാട്ടർ. അപ്പൊ എപ്പോഴും ആലോചിക്കുക, കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനം നടന്നാല് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. കമ്പഷൻ എന്ന് വെച്ചാല് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. അപ്പൊ റിയാക്ടൻസ് ആയിട്ടുള്ള ഓക്സിജനെ കണ്ടാൽ നമുക്ക് വേറൊന്നും ചിന്തിക്കേണ്ട, അത് കമ്പഷൻ തന്നെ ആയിരിക്കും എന്നൊരു കാര്യം ആദ്യം മനസ്സിലാക്കാം. ഇനി നമുക്ക് പ്രൊഡക്റ്റ് എന്ത് തന്നെയായിരിക്കും കിട്ടുക, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും കിട്ടുക. പക്ഷെ അവരുടെ എണ്ണത്തിലെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ടീച്ചർ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. CH4 മീഥേൻ റിയാക്ട് വിത്ത് ഓക്സിജൻ, എന്തായിരിക്കും പ്രൊഡക്റ്റ് കിട്ടുക, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് പ്രൊഡക്റ്റ്. ഇനി ഇവരുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും, കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വാട്ടറിന്റെയും എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കിനി ഇക്വേഷനെ ബാലൻസ് ചെയ്യണം. നമ്മൾ 9ാം ക്ലാസ്സിൽ ബാലൻസിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്താൽ കുറെ സമയം എടുക്കും. സോ നമ്മൾ ഇവിടെ വേറൊരു മെത്തേഡ് വഴിയാണ് ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ബാലൻസിങ് ഓർഡർ പഠിക്കാം. ആദ്യം കാർബൺ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ. ബാലൻസിങ് ഓർഡർ ആണ് എന്ത്, ആദ്യം കാർബൺ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ. ആദ്യം കാർബൺ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ. ഈ ഓർഡറിലാണ് ബാലൻസ് ചെയ്യുക. ആദ്യം കാർബൺ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ എന്ന ഓർഡറിലാണ് ബാലൻസ് ചെയ്യുന്നത്. എങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കാം. കാർബൺ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പറയാൻ പോണേ. എങ്ങനെ കാർബൺ ബാലൻസ് ചെയ്യാം. റിയാക്ടന്റ് സൈഡിൽ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാം. റിയാക്ടന്റ് സൈഡിൽ ഒരു കാർബൺ ആണുള്ളത്, സോ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ മതി. കാർബൺ ബാലൻസ്ഡ് ആയി. അടുത്തത് നമുക്ക് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാം. എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്, റിയാക്ടന്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിന്റെ പകുതി വാട്ടർ എടുക്കാം. റിയാക്ടന്റ് സൈഡിൽ 4 ഹൈഡ്രജൻ ആണ് ഉള്ളത്, 4ന്റെ പകുതി എത്രയാ, 2. അപ്പൊ വാട്ടറിന്റെ മുന്നിലായിട്ട് 2 എന്ന് എഴുതിയാൽ മതി. വാട്ടർ, ഹൈഡ്രജൻ ബാലൻസ് ആയി. അടുത്തത് ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഓക്സിജനെ ബാലൻസ് ചെയ്യുന്നത് മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മള് പ്രൊഡക്റ്റ് സൈഡ് നോക്കിയിട്ട് ആണ് റിയാക്ടന്റ് സൈഡിൽ ബാലൻസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് സൈഡിൽ ആകെ എത്ര ഓക്സിജൻ ഉണ്ട് നോക്കി, CO2. CO2 എത്ര ഓക്സിജൻ ഉണ്ട്, 2. 2H2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം, 2H2. ഇതൊരു H2O, ഇതുപോലത്തെ ഒരു H2O കൂടി ഉണ്ടെങ്കിലാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുക, 2H2O എന്ന് വിളിക്കുക. മക്കളെ നോക്കിയേ, ഒരു H2O ഒരു ഓക്സിജൻ ആണല്ലേ. അപ്പൊ 2H2O എത്ര ഓക്സിജൻ ഉണ്ടാവും, ഒരു പേനയുടെ വില 1 രൂപ. അപ്പൊ 2 പേനയുടെ വില എങ്ങനെയാ കാണാൻ, 2 × 1. അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യണത് കേട്ടോ. അപ്പൊ 2H2O 2 ഓക്സിജൻ ആണുള്ളത്. സോ പ്രൊഡക്റ്റ് സൈഡില് 4 ഓക്സിജൻ ആണ് ഉണ്ട്. ഓക്കെ, പ്രൊഡക്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ആണോ ഉള്ളത് അതിന്റെ പകുതി ഓക്സിജൻ ആണ് റിയാക്ടന്റ് സൈഡിൽ എടുക്കണ്ടേ. 4ന്റെ പകുതി എത്രയാ, 2. അപ്പൊ O2ന്റെ മുന്നിലായിട്ട് 2 എന്ന് എഴുതാം. കഴിഞ്ഞു, ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ടീച്ചർ ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം കേട്ടോ. നോക്കാം, അടുത്തൊരു എക്സാമ്പിൾ ആണ്. C5H12 + O2 gives, എന്താണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക, CO2 + H2O. ഇനി നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യണം. ആദ്യം ആരെ ബാലൻസ് ചെയ്യണം, ആദ്യം കാർബൺ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ. ഓക്കെ, എങ്ങനെയാണ് കാർബൺ ബാലൻസ് ചെയ്യുക, റിയാക്ടന്റ് സൈഡിൽ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുക. റിയാക്ടന്റ് സൈഡിൽ 5 കാർബൺ ഉണ്ട്, സോ നമ്മൾ എന്ത് ചെയ്യണം, 5 കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കണം. കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് ഹൈഡ്രജനെയാണ്. ഹൈഡ്രജൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക, റിയാക്ടന്റ് സൈഡില് എത്ര ഹൈഡ്രജൻ ആണോ ഉള്ളത് അതിന്റെ പകുതി വാട്ടർ എടുക്കാം. 12 ഹൈഡ്രജൻ ഉണ്ട്, 12ന്റെ പകുതി എത്രയാ, 6. സോ 6 നമ്മൾ എന്ത് ചെയ്യും, 6 വാട്ടർ മോളിക്യൂൾ എടുക്കും. വാട്ടറിന് മുന്നിലായിട്ട് 6 എന്ന് എഴുതാം. ഇനി ആദ്യം കാർബൺ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ. നമ്മൾ ഇനി ഓക്സിജനെയാണ് ബാലൻസ് ചെയ്യണത്. ഓക്സിജൻ എങ്ങനെ ബാലൻസ് ചെയ്യാ, പ്രൊഡക്റ്റ് സൈഡില് എത്ര ഓക്സിജൻ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡ് നേരത്തെ പറഞ്ഞ പോലെ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൽ 2 ഓക്സിജൻ ആണ് അല്ലെ. അപ്പൊ 5 കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ടാവും, 5 × 2. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു പേനയുടെ വില 2 രൂപ. അപ്പൊ 5 പേനയുടെ വില 5 × 2 10 പ്ലസ് ഒരു വാട്ടറില് ഒരു ഓക്സിജൻ ആണ് അല്ലെ. സോ 6 വാട്ടറിലോ 6 × 1 6. അപ്പൊ മൊത്തം പ്രൊഡക്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ വശത്ത് 16 ഓക്സിജൻ ഉണ്ട്.
16ന്റെ പകുതി എത്രയാ? 8. അപ്പൊ 8 ഓക്സിജൻ നമ്മൾ എവിടെ എടുക്കണം? റിയാക്ടന്റ് സൈഡിൽ എടുക്കണം. ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ബാലൻസിങ് എക്സാമിന് എന്തായാലും ചോദിക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ടീച്ചർ ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള ഒരു എക്സാമ്പിൾ ആണേ. അപ്പൊ നോക്കിയേ, C4H10 പ്ലസ് O2 പ്രൊഡക്റ്റ് എന്ത് വന്നാൽ എന്തായിരിക്കും കിട്ടുക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ബാലൻസ് ചെയ്യണം. ആദ്യം കാർബൺ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ. കാർബൺ എങ്ങനെയാ ബാലൻസ് ചെയ്യാ? റിയാക്ടന്റ് സൈഡിൽ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുക. റിയാക്ടന്റ് സൈഡിൽ 4 കാർബൺ ആണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്തു? 4 കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു. അടുത്തത് വാട്ടറിനെ ബാലൻസ് ചെയ്യണം. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഹൈഡ്രജൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? റിയാക്ടന്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിന്റെ പകുതി വാട്ടർ എടുക്കണം. റിയാക്ടന്റ് സൈഡില് 10 ഹൈഡ്രജൻ ആണുള്ളത്. 10ന്റെ പകുതി എത്രയാണ്? 5. സോ 5H2 നമ്മൾ എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഓക്സിജൻ എങ്ങനെ ബാലൻസ് ചെയ്യാ? ആദ്യം പ്രൊഡക്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട് നോക്കാം. നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡില് ഒരു കാർബൺ ഡൈ ഓക്സൈഡില് 2 ഓക്സിജൻ. അപ്പൊ 4 4 × 2 8 പ്ലസ് ഒരു വാട്ടറില് ഒരു വാട്ടർ മോളിക്യൂളിൽ ഒരു ഓക്സിജൻ ആണുള്ളത്. സോ 5 വാട്ടർ മോളിക്യൂളിലോ 5 × 1 5. അപ്പൊ 8 + 5 13. ഓക്കെ, പ്രൊഡക്റ്റ് സൈഡില് 13 ഓക്സിജൻ ആണ് ഉള്ളത്. പ്രൊഡക്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ടോ അതിന്റെ പകുതി ഓക്സിജൻ നമ്മൾ എവിടെ എടുക്കണം? റിയാക്ടന്റ് സൈഡിൽ എടുക്കണം. 13 നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് തൽക്കാലം 13/2 തന്നെ ഇടാം. പക്ഷേ ഇങ്ങനെ ഇടുന്നതിന് ഒരു ഭംഗിയില്ലായെങ്കിലേ. അപ്പൊ ഇതൊന്നും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കോഎഫിഷ്യന്റുകളെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എന്താണ് കോഎഫിഷ്യന്റ് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇപ്പൊ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ സിമ്പല് അതിന്റെ മുന്നിൽ കിടക്കുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡില് മുന്നിലായിട്ട് കിടക്കുന്ന നമ്പറിനെയാണ് എന്ത് വിളിക്കണേ? കോഎഫിഷ്യന്റ് എന്ന് വിളിക്കണേ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എല്ലാ കോഎഫിഷ്യന്റുകളെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. നോക്കിയേ, C4H10 ആണ് ആദ്യത്തെ, അല്ലെ? ആദ്യത്തെ കോമ്പൗണ്ട് എന്താണ്? C4H10 ആണ്. ആദ്യത്തെ റിയാക്ടന്റ് ആണ് C4H10. C4H10ന്റെ മുന്നിൽ ഒന്നുമില്ല. അപ്പൊ കോഎഫിഷ്യന്റ് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ആ 1നെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1 × 2 ആര്? C4H10. ഓക്കെ, പ്ലസ് അടുത്ത ആരാ? അടുത്ത കോഎഫിഷ്യന്റ് ആരാ? O2ന്റെ മുന്നിലുള്ള നമ്പർ 13/2. 13/2 ആണ് നമ്മുടെ കോഎഫിഷ്യന്റ്. ഈ 13/2നെ നമ്മള് എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്? 2 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്. 13/2 × 2 ആരാണത്? O2 gives. ഓക്കെ, അടുത്ത കോഎഫിഷ്യന്റ് 4. അപ്പൊ അതിന് നമ്മൾ ഇൻറ്റു ചെയ്യാണ്. 4 ഉണ്ട്. 4 × 2 ആര്? CO2. 4 × 2 CO2. അപ്പൊ CO2ന്റെ കോഎഫിഷ്യന്റ് ആണ് 4 പ്ലസ് അടുത്ത വാട്ടറിന്റെ കോഎഫിഷ്യന്റ് ആണ് 5. 5നെ നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് ഇൻറ്റു ചെയ്യും. 5 × 2 വാട്ടർ H2O. എല്ലാ കോഎഫിഷ്യന്റിനെയും നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 1 × 2 2 C4H10. ഇവിടെ എന്താ പറ്റാന്ന് അറിയോ? ഇവിടെ നോക്കിയേ, താഴെയും 2 ഉണ്ട്, മുകളിലും 2 ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 2നെയും ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. ബാക്കി അവിടെ ആരാ ഉള്ളേ? 13O2 പ്ലസ് 13O2 gives 4 × 2 8 8 CO2 പ്ലസ് 5 × 2 10 H2O. ഇങ്ങനെ നമുക്ക് ഇക്വേഷനെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഇനി നമുക്ക് ഒരു റിയാക്ഷൻ ആണ്, പോളിമറൈസേഷൻ റിയാക്ഷൻ മാത്രമേ നമുക്ക് ഇനി പറയാനുള്ളൂ. അത് കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് എന്ത്? കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. 5 കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിൽ 4 എണ്ണാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ? വീഡിയോ വെറുതെ ഇരുന്ന് കണ്ടു നോക്കാണ്ട് ഈ റിയാക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാ? ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസിനായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ, താങ്ക് യു.